ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ചെറിയ വ്ളോഗാണ് കേട്ടോ, ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ ഇത് നോയമ്പ് 11-ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാത്രി 12 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. റോസ്റ്റ് അല്ല, ചെറിയ രീതി ഗ്രേവി ആയിട്ടുള്ള കറി പോലെ വെക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് വേണ്ടി വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ സവോളയൊക്കെ നീളത്തി അരിഞ്ഞ് എണ്ണയിലൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ, അതായത് 12 മണിയൊക്കെ ആയപ്പോഴാട്ടേക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നത്. അതുകൊണ്ട് വാവേനെ ഇക്കാനെ ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ അടുക്കളയിൽ കയറിയത്. അങ്ങനെ നമ്മൾ സവോളയൊക്കെ ബ്രൗൺ നിറമായ ടൈമിൽ നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ കുറച്ച് പൊടികളെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ചൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1 ടീസ്പൂൺ നമ്മൾ മല്ലിപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ നാട്ടിൽ പോയി തിരിച്ച് സൗദിയിൽ എത്തിയതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ പൊടികളെല്ലാം നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടുത്തെ പൊടികളൊന്നും അത്രയ്ക്ക് അങ്ങ് നല്ലതല്ല കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാം ഒന്ന് വഴറ്റി പൊടികളൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. അതുപോലെ ഞാൻ പച്ചമുളക് ആഡ് ചെയ്യുന്നില്ല, ഇവിടെ അധികം എരിവൊന്നും ആർക്കും വേണ്ട. പിന്നെ ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കനിൽ ഓൾറെഡി നമ്മൾ മസാല തേച്ച് വെച്ചതാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ്, ഇത്രയും സംഭവങ്ങൾ തേച്ച് വെച്ച ചിക്കനായിരുന്നു കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളിയും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനിയെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഗ്രേവി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ കറിവേപ്പില എല്ലാം നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിലൊരു തിളയൊക്കെ വന്നതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അതുപോലെ ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ഇടയത്താഴത്തിന് വേണ്ടിയാണ് കേട്ടോ. ചിക്കൻ കറി മാത്രമല്ല, നമ്മൾ വെള്ളരിക്കാക്കിയിട്ട് ഒരു മോര് കറിയും കൂടി വെച്ചിട്ടുണ്ട്, തേങ്ങ ഒക്കെ അരച്ച്. അപ്പോൾ ഇത് ഇക്കാടെ ഉമ്മിയുടെ റെസിപ്പിയാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നാട്ടിൽ വെച്ച് കഴിച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി. അങ്ങനെ ഇതും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഒരു 4 മണിയായപ്പോൾ നമ്മൾ ഉറങ്ങി എണീറ്റു കേട്ടോ. 3:30 മുതലേ എണീക്കണമെന്ന് വിചാരിക്കുന്നതാണ്, പക്ഷെ വാവ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ചോറും ചിക്കൻ കറിയും പിന്നെ നാട്ടിൽ നിന്ന് കുറച്ച് കടുക് മാങ്ങ അച്ചാറും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കൂടെ വാവ എണീറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആൾക്കും ചോറ് കൊടുക്കുന്നുണ്ട് കേട്ടോ. രാത്രി ഫുഡൊന്നും കഴിക്കാതെയാണ് കിടന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ചോറ് ആളും കഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മളൊരു ചായയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഇടയത്താഴത്തിന് അങ്ങനെ ചോറൊന്നും കഴിക്കൽ പതിവില്ല, വല്ല പഴമൊക്കെ കഴിക്കാറുള്ളൂ. പക്ഷേ ഇന്ന് എന്തോ ചോറൊക്കെ കഴിക്കാൻ തോന്നി കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഉറങ്ങി എണീറ്റതിന് ശേഷമാണ് കേട്ടോ ബാക്കി പരിപാടി. ഇപ്പോൾ സമയം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇക്കാക്ക് ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ജോലിക്ക് പോകണം കേട്ടോ. അപ്പോൾ രാവിലെ വാവയ്ക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പഴം എല്ലാം നല്ല പഴുത്തിരിപ്പുണ്ട്. അങ്ങനെ പിന്നെ ഏത്തയ്ക്ക വാട്ടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ സംഭവം കുറച്ച് വലിയ ഏത്തയ്ക്കാണ്. ഇത് ഒരുമിച്ചൊന്നും ആൾ കഴിക്കത്തില്ല, 2-3 ട്രിപ്പായിട്ടൊക്കെ ആയിരിക്കും കേട്ടോ ഇത് കൊടുക്കുക. എന്നാലേ കഴിക്കുള്ളൂ. എന്നാലും ഇടയ്ക്കൊക്കെ ഇത് മതിയാക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ നാട്ടിൽ വെച്ച് ഉമ്മ ഹോം മെയ്ഡായിട്ട് നെയ്യ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സൊസൈറ്റിയിൽ നിന്നാണ് കേട്ടോ പാല് മേടിക്കുന്നത്. അത് വെച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ. നമ്മൾ സാധാ മിൽമാപ്പാൽ വെച്ച് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും സംഭവം നല്ല സ്മെല്ലുമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഐസുവിന് ഏത്തയ്ക്കൊക്കെ ഒന്ന് വാട്ടിയെടുക്കുന്നത്. അപ്പോൾ ചെറിയൊരു പുളിപ്പുണ്ടായിരുന്നു കേട്ടോ ഏത്തയ്ക്കൊക്കെ. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ലൈറ്റായിട്ടൊന്ന് പഞ്ചസാരയും കൂടി തൂക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഏത്തയ്ക്ക വാട്ടിയതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊരു പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. പിന്നെ അതിന് ശേഷം കുറച്ച് സമയം ജനലൊക്കെ ഒന്ന് തുറന്നിടുന്നുണ്ട്. അതുപോലെ നാട്ടിലെ പോലെ അല്ല കേട്ടോ, ഇവിടെ ഇപ്പോൾ അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്. രാവിലെ തന്നെ മഴക്കാറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല തണുത്ത കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അതുപോലെ ഇവിടെ മിക്ക കടകളും 5 മണിക്ക് ശേഷമേ തുറക്കുള്ളൂ കേട്ടോ. പകലൊക്കെ ഇതുപോലെ ആയിരിക്കും, വലിയ ആളോ തിരക്കോ ഒന്നും കാണത്തില്ല. പിന്നെ വാവയ്ക്ക് ഫുഡ് കൊടുക്കുകയാണ്. ആൾ കുറച്ച് കഴിച്ചപ്പോൾ തന്നെ മതിയാക്കി കേട്ടോ. ഇന്ന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല.
പിന്നെ ജനലൊക്കെ തുറന്നിട്ട് കുറച്ചും കൂടിയൊക്കെ ഒന്ന് കഴിപ്പിച്ചതിന് ശേഷം വീടൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കമ്പിളിയും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി വെക്കുന്നുണ്ട്. അതുപോലെ ഇക്കാക്ക് നോമ്പ് മാസം ഡ്യൂട്ടിയൊക്കെ ചേഞ്ചാണ് കേട്ടോ. ഇവർക്ക് 8 മണിക്കൂറൊക്കെ വർക്കിംഗ് ടൈമൊക്കെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് 1 മണിയൊക്കെ ആകുമ്പോൾ വരും കേട്ടോ. പിന്നെ ആൾ 8 മണിയൊക്കെ ആകുമ്പോഴേ പോകത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് ജോലി ചെയ്യാനൊക്കെ നല്ല സുഖമാണ്. വാവേനെ ഇക്ക നോക്കിയോളൂ കേട്ടോ. അങ്ങനെ ഇതാ കമ്പിളിയൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി പരിപാടി എന്ന് പറഞ്ഞാൽ തൂത്തൊന്ന് വാരണം. അപ്പോൾ തലേ ദിവസം തന്നെ നമ്മൾ തുടക്കമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് വലിയ അഴുക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ വീട് മൊത്തം ഒന്ന് അറേഞ്ച് ചെയ്ത് ഒന്ന് തൂത്ത് വരുന്നുണ്ട്. അധിക സമയമൊന്നും ഇങ്ങനെ ഇരിക്കില്ല കേട്ടോ. വാവ ഉള്ളതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വലിച്ചെറിയും. പിന്നെ നോമ്പായതുകൊണ്ട് തന്നെ വലിയ പണിയും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം 1 മണിയൊക്കെ ആയപ്പോൾ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. വാവേനെ പിന്നെ ഇക്കാനെ ഏൽപ്പിച്ചതിന് ശേഷം ഞാൻ നിസ്കരിക്കാനും അതുപോലെ ഓതാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നല്ല മഴയായിരുന്നു കേട്ടോ പുറത്ത്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം ജനലിൻ്റെ അവിടെയൊക്കെ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഒരു 3 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ നോമ്പിന് വേണ്ടി കുറച്ച് സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്, നോമ്പ് തുറക്കാൻ വേണ്ടി. അങ്ങനെ ഇതാ നമ്മൾ മീറ്റ് ബോക്സും അതുപോലെ തന്നെ ഏത്തയ്ക്കാപ്പം ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സാണ്. അപ്പോൾ ഇതാ അതിനു വേണ്ടി ഞാൻ സവോള എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. എരിവ് നല്ല ഇഷ്ടമുള്ളവരാണെങ്കിൽ പച്ചമുളകും എടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ വാവയ്ക്ക് ഇന്ന് നെയ്ച്ചോറാണ് കേട്ടോ വെച്ച് കൊടുത്തത്. അപ്പോൾ ഉച്ചയ്ക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് കേട്ടോ നമുക്ക് നോമ്പ് തുറക്കാനും. അങ്ങനെ അതാ നമ്മൾ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സമൂസ ഷീറ്റൊക്കെ വെച്ചാട്ടോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പണി തീരും. അങ്ങനെ ഇതാ നമ്മൾ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ ചോപ്പിൻ്റെ അകത്ത് നമ്മൾ സവോളയും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള മാവും കൂടി ഒന്ന് കലക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ മൈദയും അതുപോലെ ഉപ്പ്, പഞ്ചസാര, സോഡാപ്പൊടി, മഞ്ഞൾപ്പൊടി, അപ്പോൾ ഇത്രയും ഐറ്റംസ് ചേർത്താണ് കേട്ടോ നമ്മൾ ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കുന്നത്. അതുപോലെ ഏത്തയ്ക്കാക്ക് ചെറിയൊരു പുളിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് പഞ്ചസാര കൂടുതൽ ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഏത്തയ്ക്കാപ്പം ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. അതുപോലെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയാലും സംഭവം തീർന്നോളും. അങ്ങനെ ഇതാ നമ്മൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നല്ലൊരു ബാറ്റർ ആക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഏത്തയ്ക്കാപ്പത്തിൻ്റെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വെക്കാം. അതിനുശേഷം വാവയ്ക്കുള്ള ഫുഡൊക്കെ ഒന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. ആൾ ആ ഒരു ടൈമിലാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. നെയ്ച്ചോറൊക്കെ കുറച്ച് ഇഷ്ടമാണ്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ കഴിച്ചോളൂ കേട്ടോ. അതുപോലെ ആൾ പച്ചക്കറി കഴിക്കാൻ നല്ല മടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നെയ്ച്ചോറോ അല്ലെങ്കിൽ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ഒരുപാട് ക്യാരറ്റൊക്കെ ഞാൻ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തവണ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് ക്യാരറ്റും കാര്യങ്ങളൊക്കെ. അങ്ങനെ വാവയ്ക്ക് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം വീണ്ടും കിച്ചണിലോട്ട് കയറി കേട്ടോ. അപ്പോൾ നമുക്ക് മസാലയുടെ ബാക്കി പരിപാടിക്ക് കിടക്കാം. അങ്ങനെ ആദ്യം തന്നെ നമ്മൾ പാൻ വെച്ച് പാൻ ചൂടായതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ വാവയ്ക്ക് ഈവനിങ് കൊടുക്കാൻ വേണ്ടി ഒരു മുട്ടയും കൂടി ഒന്ന് പുഴുങ്ങായിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ചിക്കൻ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കനിൽ നമ്മൾ മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ കുരുമുളക് പൊടി, നുള്ള ഗരം മസാല, അപ്പോൾ ഇത്രയും സംഭവം തേച്ച് വെച്ച്. അതുപോലെ ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് കുറച്ച് മാത്രമേ ചിക്കൻ എടുക്കുന്നുള്ളൂ കേട്ടോ.
അങ്ങനെ ദാ നമ്മൾ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ആ ഒരു ഓയിലിലോട്ട് തന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മൾ സവോള, ഇഞ്ചി, വെളുത്തുള്ളി കുറേ ഐറ്റംസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ സവാളയുടെ നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഓയിൽ കുറവായിരുന്നു കേട്ടോ, അപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ളു മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മൾ ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ, അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മൾ മസാലയൊക്കെ സെറ്റായി. അങ്ങനെ ദാ ഇനി നമുക്ക് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ദാ നമ്മൾ മസാല ഇവിടെ റെഡിയായിട്ട് ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ഞാൻ സമൂസ ഷീറ്റിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ദാ നമ്മൾ സമൂസ ഷീറ്റൊക്കെ നേരത്തെ തന്നെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ദാ മൈദ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് പശയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇത് ചെയ്തെടുക്കാൻ കുറച്ച് കൂടുതൽ സമൂസ ഷീറ്റ് വേണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ 2 സമൂസ ഷീറ്റ് ഇതുപോലെ ക്രോസ് ആയിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് വേണം ഇനി നമുക്ക് മസാല വെച്ച് കൊടുക്കാൻ. അതുപോലെ ഒരുപാട് മസാല ഒന്നും നിറച്ച് വെക്കല്ലോ കേട്ടോ, ലൈറ്റായിട്ട് വെച്ച് കൊടുത്താൽ മതി. അതിനുശേഷം ഓരോ സൈഡായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. സംഭവം വളരെ സിമ്പിളാണ്. മസാല ഉണ്ടാക്കൽ മാത്രമേ പണിയുള്ളൂ. പിന്നെ ഫോൾഡ് ചെയ്തെടുക്കാൻ നല്ല സിമ്പിളാണ്. പിന്നെ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ചിക്കനാണ്. ഇപ്പോൾ ചിക്കന് പകരം ബീഫോ മട്ടനോ ഇനി വെജിറ്റേറിയൻ ആണെങ്കിൽ വെജിറ്റബിൾസോ എഗ്ഗോ എന്ത് വേണമെങ്കിലും ഇട്ട് ഇതുപോലെ ചെയ്യാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അത്രയും ടേസ്റ്റുള്ള സംഭവമാണിത്. അങ്ങനെ ഇതാ നമ്മൾ ലാസ്റ്റത്തെ സൈഡും കൂടി ഒന്ന് മടക്കി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള പണി നമ്മളിവിടെ മീറ്റ് ബോക്സ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചിലർ ഇതിലേക്ക് മയോണൈസ് ആഡ് ചെയ്യും, ചിലർ ക്യാപ്സിക്കം ആഡ് ചെയ്യും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാനിപ്പോൾ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. പിന്നെ മല്ലിയിലൊക്കെ ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ. എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കറിവേപ്പില മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എന്നാലും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ പോലെ തന്നെ ബാക്കിയുള്ളതും കൂടിയൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി 3 സമൂസയുടെ ഷേപ്പിലും ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ, സെയിം മസാലയിൽ. പിന്നെ അതിന് ശേഷം നമുക്ക് ഏത്തയ്ക്ക പൊരിക്കണം. അപ്പോൾ ഏത്തയ്ക്ക ഒന്ന് തൊലി കളഞ്ഞൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ ഏത്തയ്ക്കാപ്പം ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്. അതുമാത്രമല്ല ഏത്തയ്ക്ക എല്ലാം പഴുത്ത് പോകാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം എന്താ നമ്മൾ ഏത്തയ്ക്കാക്കി ഒന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എല്ലാം ഫ്രൈ ചെയ്യാനുള്ള സമയമായി. ഇപ്പോൾ ഏകദേശം 5 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഞാൻ ജ്യൂസൊന്നും ഉണ്ടാക്കുന്നില്ല, വലിയ ദാഹവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചായയാണ് കേട്ടോ ഇടുന്നത്. അങ്ങനെ ഇതാ നമ്മൾ ഓയിലൊക്കെ ഒഴിച്ച് ഓയിലൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ ഏത്തയ്ക്ക പൊരിക്കുവാണ് കേട്ടോ. അങ്ങനെ ഇതാ ആദ്യത്തെ ട്രിപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ള ഏത്തയ്ക്കായും കൂടിയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം. ഏത്തയ്ക്കാപ്പൊക്കെ റെഡി ആയതിന് ശേഷം അടുത്ത നമുക്ക് സമൂസയും കൂടി പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മീറ്റ് ബോക്സിന് ഉപയോഗിച്ച അതേ മസാല തന്നെയാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ സമൂസ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ മീറ്റ് ബോക്സും കൂടിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
അതുപോലെ എല്ലാം ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ, 3ഉം 4ഉം അത്രയൊക്കെ ഉള്ളൂ. ആകെപ്പാടെ ഞങ്ങൾ 2 പേരേ ഉള്ളൂ. അതുകൊണ്ട് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ഇതാ ഒരു സൈഡിൽ പൊരിച്ച് പോരുന്നുണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഏലക്കയൊക്കെ ഇട്ട് ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നല്ല തൊണ്ടവേദന ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ. അങ്ങനെ നമ്മൾ വെള്ളം തിളച്ചതിന് ശേഷം തേയിലയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ പാലും കൂടിയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 5:30 ആയപ്പോൾ തന്നെ എല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. 5:55 ആകുമ്പോൾ ബാങ്ക് കൊടുക്കും. അങ്ങനെ ദാ എല്ലാം നമ്മൾ ടേബിളിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏത്തയ്ക്കാപ്പവും മീറ്റ് ബോക്സും സമൂസയും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ദാ സോസും പിന്നെ നമ്മൾ ചായ ഉണ്ടായിരുന്നു കേട്ടോ നോമ്പ് തുറക്കാൻ. അപ്പോൾ ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ കടകളെല്ലാം തുറന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വഴിയിലൊക്കെ. അങ്ങനെ ദാ നമ്മൾ ബാങ്കൊക്കെ കൊടുത്തു, നമ്മൾ നോമ്പ് തുറക്കുകയാണ് കേട്ടോ. അങ്ങനെ നോമ്പ് തുറന്നതിന് ശേഷം ചൂട് ചായ കുടിച്ചപ്പോഴാണ് കേട്ടോ ഒരാശ്വാസമായത്. പിന്നെ അതാ നമ്മൾ മീറ്റ് ബോക്സ് ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്കും മിക്കാക്കും അതുപോലെ വാവയ്ക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വലിയ എരിവൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് വാവയ്ക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിങ്ങനെ ചുമ്മാതെ കഴിക്കാനും അതുപോലെ സോസ് മുക്കി കഴിക്കാനും രണ്ടും അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് സൂപ്പർ എന്നൊക്കെ വാപ്പിനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നോമ്പൊക്കെ തുറന്നതിന് ശേഷം നിസ്കാരവും അതുപോലെ ഓതലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കിടക്കുന്നതിന് കുറച്ച് മുമ്പായിട്ടാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിച്ചത്. അതായത് നെയ്ച്ചോറും അതുപോലെ ചിക്കൻ കറിയൊക്കെ ആയിരുന്നു ഫുഡ്. ആ ഒരു ടൈമിലാണ് കേട്ടോ കഴിച്ചത്. അതും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. അതുപോലെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.